أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട ജംഅ് ഗ്രൂപ്പിലുള്ള പണ്ഡിത സുഹൃത്തുക്കളെ, ഒന്നാം ഭാഗം ജംഇന്റെ ഒന്നാം ക്ലാസ് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇന്നലെ നമ്മൾ ആരംഭിച്ചു. രണ്ടാമത്തെ സബക്ക് ഇന്ന് തുടങ്ങുകയാണ്. ഹാദിൽ ഉമ്മത്തി ലിറഷാദിഹ വഅലാ ആലിഹി വസഹബിഹി. അതാണ് ഇപ്പൊ ജംഉൽ ജവാമിഇലെ മത്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നു. നബി എന്ന് പറഞ്ഞാൽ പേര് ബയാൻ ചെയ്തുകൊണ്ട് പറഞ്ഞു മുഹമ്മദിൻ അഥവാ മുഹമ്മദ് നബിയുടെ മേൽ എന്ന് പറഞ്ഞു. ആ മുഹമ്മദ് നബിക്ക് സിഫത്തായിട്ട് കൊണ്ടുവന്ന ആരാണ് മുഹമ്മദ് നബി? ഹാദിൽ ഉമ്മത്തി, ഈ ഉമ്മത്തിന് അറിയിച്ചു കൊടുക്കുന്ന ആള് എന്നാണ്. എവിടേക്ക് അറിയിച്ചു കൊടുക്കുക? റഷാദിക, ആ ഉമ്മത്തിന്റെ നന്മയിലേക്ക്. അപ്പൊ ആ ഉമ്മത്തിന്റെ നന്മയിലേക്ക് അറിയിച്ചു കൊടുക്കുന്ന ആളായ നബി, ആ നബിയുടെ മേൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നു. ഹാദി എന്ന് പറയുമ്പോൾ ഇസ്മു ഫായിലാണ്, അതിന്റെ മഖ്ഊലാണ് ഉമ്മത്തി, അതിലേക്ക് ഇളാവത്ത് ചെയ്തുകൊണ്ട് പറഞ്ഞു. ഹാദി എന്ന് പറഞ്ഞാൽ ഹിദായത്താക്കുന്ന ആള്, ചേർക്കുന്ന ആള് എന്നൊക്കെ അർത്ഥമുണ്ടല്ലോ. ഇവിടെ ഹാദിക്ക് അർത്ഥം കൊടുത്തിട്ടുള്ളത് ഐ ദാല്ലുഹ, ദാല്ലിഹ. മുഹമ്മദിൻ മജ്റൂർ ആയതുകൊണ്ട് പിന്നെ ദാല്ലി എന്നുള്ള വായിക്കേണ്ടത്. ദാല്ലിഹ, ആ സമുദായത്തെ കാണിച്ചു കൊടുക്കുന്ന, അറിയിച്ചു കൊടുക്കുന്ന ആള്. എന്തോടുകൂടെ ബി ലുത്തുഫിൻ, നല്ല മയത്തോടുകൂടെയാണ് ആ സമുദായത്തിന് അറിയിച്ചു കൊടുക്കുക. എന്തിലേക്ക് അറിയിച്ചു കൊടുക്കുക? ലി റഷാദിഹ എന്ന് പറഞ്ഞു, ആ സമുദായത്തിന്റെ നന്മയിലേക്ക്. നന്മ എന്നതുകൊണ്ട് റഷാദിന്റെ അർത്ഥം യഅനി മുസന്നിഫ് ഉദ്ദേശിക്കുന്നത്, ഷാരിഹ് അതിന് വ്യാഖ്യാനിച്ചത് ദീനുൽ ഇസ്ലാം, ദീനുൽ ഇസ്ലാമിലേക്ക്. അപ്പൊ ഈ സമുദായത്തെ അല്ലാഹു തആല തൃപ്തിപ്പെട്ട മതമായി ദീനുൽ ഇസ്ലാം, ആ ദീനുൽ ഇസ്ലാമിലേക്ക് ഈ സമുദായത്തെ എന്താക്കുന്നു? അറിയിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ അതിലേക്കുള്ള റൂട്ടുകൾ രേഖപ്പെടുത്തി കാണിച്ചു കൊടുക്കുന്നു. അല്ലതി, എങ്ങനത്തെ ദീനുൽ ഇസ്ലാം? ഹുവാദിലി തമക്കുനിഹി, അത് സൗകര്യമായതിന് വേണ്ടി. എവിടെ? ഫിൽ വസൂലി, ചേരലിൽ. എന്തുകൊണ്ട്? ബിഹി, ദീനുൽ ഇസ്ലാം കൊണ്ട്. എവിടേക്ക് ചേരുക? ഇല റഷാദി, നന്മയിലേക്ക്. വഹുവ, നന്മ എന്ന് പറഞ്ഞാൽ എന്താ? ഇദ്ദുൽ ഗയ്യി, ഗയ്യിന്റെ നേരെതിരാണ്. ഗയ്യ് എന്ന് പറഞ്ഞാൽ വടക്കായത് അല്ലെങ്കിൽ മോശമായത് എന്നൊക്കെ ഉണ്ടല്ലോ, വഴികേട് എന്നൊക്കെ അർത്ഥമുണ്ടല്ലോ. അതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ് റഷാദ്, നന്മ. അപ്പൊ ആ നന്മയിലേക്ക് ദീനുൽ ഇസ്ലാം കൊണ്ട് ചേരുന്ന വിഷയത്തിൽ സൗകര്യമുണ്ടായതുകൊണ്ട് അങ്ങനെ ധാരിക്കുന്ന ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് റഷാദിന്, ദീനുൽ ഇസ്ലാമിനെ വ്യാഖ്യാനിച്ചു കൊടുത്തത്. അത് ഏതുപോലെ ഇരിക്കുന്നു? അന്നഹു നഫ്സുഹു. അപ്പോ ഈ റഷാദ് എന്ന് പറഞ്ഞാൽ ദീനുൽ ഇസ്ലാം എന്ന് തന്നെയാണെന്നായി. അപ്പൊ ഈ സമുദായത്തിന്റെ നന്മ എന്ന് പറഞ്ഞ ദീനുൽ ഇസ്ലാം. അപ്പൊ ഈ സമുദായത്തെ ദീനുൽ ഇസ്ലാമിലേക്ക് അതിന് വേണ്ട റൂട്ടുകളൊക്കെ കാണിച്ചറിയിച്ചു കൊടുക്കുന്ന ആളായ നബി. എന്നാൽ വഹാദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹിദായത്ത് നൽകുന്ന, ഹിദായത്തിന്റെ റൂട്ട് കാണിച്ചു കൊടുക്കുന്ന ആള് എന്ന് എങ്ങനെ വന്നു എന്നാണ്. അപ്പൊ ഈ ഹാദി എന്നതിനെ എന്തിൽ നിന്ന് എടുത്തു അറിയണ്ടേ? അത് മൗഖൂദും മിൻ ഖൗലിഹി തആല, അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ വാക്കുണ്ട്, അതീന്ന് എടുത്തതാ. ഏതാ ഖുർആൻ? അല്ലാഹു പറഞ്ഞ ആയത്ത്, വ ഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം. നിശ്ചയ നബി തങ്ങൾ ചൊവ്വായ പാതയിലേക്ക് എന്താകും? നയിക്കും, അല്ലെങ്കിൽ എന്താണ്? അറിയിച്ചു കൊടുക്കും. അങ്ങനത്തെ ആളാണ് അതിന്റെ തഹ്ദീ.
അതിൽ നിന്ന് എടുക്കപ്പെട്ടതാണ് ഹാദി എന്നുള്ളത്. ഹാദിക്കവിടെ അർത്ഥമുണ്ട്. റസൂലുള്ളാഹിക്ക് ദീൻ ഇസ്ലാമിലേക്ക് ഹിദായത്ത് ആക്കുക എന്നതുകൊണ്ട് എന്തുണ്ട് വസ്ഫ് പറഞ്ഞില്ലേ. അപ്പൊ ആ വസ്ഫിനെ പിടിച്ചെടുത്തത് ഇന്നക്കല്ല തഹ്ദീ ഇലാ സിറാത്തി മുസ്തഖീം എന്ന ആ വാക്കിൽ നിന്നാണ്. സിറാത്തി മുസ്തഖീം എന്നതിന്റെ വ്യാഖ്യാനം ഐ ദീനുൽ ഇസ്ലാമി, ദീനുൽ ഇസ്ലാമി എന്നതിന് അതിന്റെ അർത്ഥം. അങ്ങനത്തെ നബിയുടെ മേലിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നു. അലാ ആലിഹി, നബി കുടുംബത്തിന്റെ മേലിലും നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നു. വസഹബിഹി, നബിയുടെ അനുചരന്മാരുടെ മേലും നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നു. അപ്പൊ അതിന്റെ പ്രാർത്ഥന നമുക്കറിയാം. അള്ളാഹു തആല ഗുണം ചെയ്യട്ടെ എന്നർത്ഥം. ഹും, ആരാണ് ആല്? കമാ ഖാല ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ നബി കുടുംബം എന്ന് പറയുന്നത് അഖാരിബുൽ മുഅ്മിനൂന, നബി തങ്ങളുടെ സത്യവിശ്വാസികളായ കുടുംബങ്ങളാണ്. എന്തിൽ നിന്ന്? മിൻ ബനി ഹാഷിം വൽ മുത്തലിബി ഇബ്നൈ അബ്ദി മനാഫ്. അബ്ദ് മനാഫ് എന്ന് പറയുന്ന ആളുടെ രണ്ട് മക്കളാണ് ഹാഷിം മുത്തലിബ് എന്ന് പറയുന്നത്. ഇവരുടെ മക്കൾ പരമ്പരയിൽ നിന്ന് വിശ്വസിച്ചതായ കുടുംബങ്ങളാണ് നബി കുടുംബം എന്ന് പറയുന്നത്. അങ്ങനെയാണ് നബി കുടുംബം എന്നുള്ളത്. ഇപ്പൊ എങ്ങനെ മനസ്സിലായി? ബനു ഹാഷിം ബനി മുത്തലിബ് എന്നുള്ള വിശ്വസിച്ചതായിരിക്കുന്ന ആളുകളാണ് കുടുംബം എന്ന് പറയാൻ കാരണം അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ, നിശ്ചയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖസ്സമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തായി ഓഹരി ചെയ്തു. സഹ്മ ദവിൽ ഖുർബ, കുടുംബബന്ധമുடைய ആളുകൾക്കുള്ള വിഹിതത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംശയിച്ചു. വഹുവ, ആ വിഹിതം ഖുംസുൽ ഖുംസി ബൈനഹും, ആ ഖുംസുൽ ഖുംസ് എന്ന് പറഞ്ഞാൽ 5/1 5/1 അതിന് വീതിച്ചു കൊടുത്തു. ബൈനഹും, ഈ പറയുന്ന ബനു ഹാഷിം ബനു മുത്തലിബ് കുടുംബത്തിൽ മക്കളിൽ നിന്നുള്ള മോമിനീങ്ങളായ കുടുംബത്തിന്റെ ഇടയിൽ. താരിഖൻ, നബി തങ്ങൾ തന്നെ ഉപേക്ഷിക്കുന്നവരായ നിലയിൽ, മിൻഹു, ആ വിഹിതത്തിൽ നിന്ന്, വയറുഹും, ബനു ഹാഷിം ബനു മുത്തലിബും ഇവർ ഒഴിച്ച്, അവ ഇവരൊഴികെ ഉള്ളതിനെ ഒഴിവാക്കി നബി. അതാരിന്ന്? മിൻ ബനി അമ്മഹിം, ഹാഷിം മുത്തലിബ് എന്ന് ബനു ഹാഷിം മുത്തലിബ് അവർക്കുള്ള എളാപ്പ. ബനു ഹാഷിമിന്റെയും ബനു മുത്തലിബിന്റെയും 2 എളാപ്പയുണ്ട്. ആരാണ്? നൗഫല് അബ്ദി ഷംഷ് എന്ന് പറയുന്ന 2 ആള്. ഈ 2 എളാപ്പയുടെ മക്കളെയാണ് ആ ഒഴിവാക്കപ്പെട്ട കൂട്ടക്കാര്. അവര് ഒഴിച്ചിട്ടിട്ട് ഇവർക്കാണ് തെരഞ്ഞെടുത്തത്. ഇവർക്കിടയിലാണ് അത് ഓഹരി ചെയ്ത് കൊടുത്തത്. അപ്പൊ ഇതിന്ന് മനസ്സിലാകുന്നത് എന്താണ്? ഇവരാണ് നബിയുടെ കുടുംബം എന്ന് ഇതുകൊണ്ട് മനസ്സിലാവും. എന്തോടുകൂടെ തന്നെ അവർ ഒഴിവാക്കിയിട്ടുണ്ട്. ആലിക്കും ലഹു, നബിനോട് അവർ ചോദിച്ചിട്ടുണ്ട്. ആ വിഹിതത്തെ കുറിച്ച് ചോദിച്ചപ്പോ നബി അവർക്ക് കൊടുത്തിട്ടില്ല. അപ്പൊ അവര് നബിനോട് അത് ചോദിച്ചിരിക്കെ ആ ചോദ്യത്തോടൊപ്പം തന്നെ അബ്ദു ഷംസ്, നൗഫൽ എന്ന് പറയുന്ന ആ 2 വിഭാഗത്തിന്റെ മക്കളെ ഒഴിവാക്കിയിട്ട് ബനു ഹാഷിം ബനു മുത്തലിബിൽ നിന്ന് മോമിനിങ്ങളായിരിക്കുന്ന കുടുംബക്കാർക്കിടയിലാണ് ഈ വിഹിതം ഓഹരി ചെയ്ത് കൊടുത്തത്. ഇതൊരു ഹദീസാണ്, ഇതൊരു തെളിവ്. റവാഹുൽ ബുഖാരി, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത് ബുഖാരി ഇമാമാണ്. അപ്പൊ ഈ ഒരു ഹദീസ് കൊണ്ട് മനസ്സിലാകുന്നത് ഈ പറയുന്ന 2 കുടുംബക്കാർ മക്കളിൽ നിന്നാണ് മോമിനിങ്ങളായ കുടുംബം എന്ന് പറയുന്നത്. വഖാല ഇന്ന ഹാദിഹി സദഖാത്തി, നിശ്ചയമായിട്ടും ഈ സ്വതക്കകള്, ഇന്നമാഹിയ, നിശ്ചയം ഈ സ്വതക്ക, ഔസാഹുന്നാസി, അത് ജനങ്ങൾക്കുള്ള, മറ്റു ജനങ്ങൾക്കുള്ള ചളികളാണ്. വ ഇന്നഹ, നിശ്ചയമായിട്ടും ജനങ്ങളുടെ ചെളിയായി നിൽക്കുന്ന ഈ സദഖകള്, ലാ തഹില്ലു ലി മുഹമ്മദിൻ, അത് മുഹമ്മദിനോ, വലാ ലി ആലി മുഹമ്മദിൻ, മുഹമ്മദിന്റെ കുടുംബങ്ങൾക്കോ അനുവദനീയമല്ല. റവാഹു മുസ്ലിം, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് മുസ്ലിം റളിയല്ലാഹു അൻഹു ആണ്. അപ്പൊ ഈ 2ാമത്തെ ഹദീസ് കൊണ്ടും മനസ്സിലായത് നബിന്റെ കുടുംബം ആരാണ് എന്നുള്ളത് അങ്ങനെ വ്യക്തമാണ്. അപ്പൊ നബി കുടുംബത്തെ പറ്റി 2 ഹദീസ് തെളിവ് പറഞ്ഞു. ഈ 3ാമത്തെ ഒരു ഹദീസ്, വഖാല, നബി തങ്ങൾ പറഞ്ഞു, ലാ ഉഹില്ലു ലക്കും അഹ്ലൽ ബൈത്തി മിനസ് സ്വദഖാത്തി, ഏ നബി കുടുംബമേ, അഹ്ലു ബൈത്തെ, നിങ്ങൾക്ക് ഞാൻ അനുവദിച്ചു തരൂല
മിനസ്വദഖാത്തി ധർമ്മങ്ങളിൽ നിന്ന് എന്ന് പറഞ്ഞ നിർബന്ധമായ ദാനധർമ്മങ്ങളിൽ നിന്ന് ഷൈഅൻ ഒന്നും ഞാൻ അനുവദിച്ചു തരികയില്ല. വലാ വസാലത്തൽ ഐദി ഒരു കൈ കഴുകുന്ന അതുപോലും ഞാൻ നിങ്ങൾക്ക് എന്താവില്ല ആ ധർമ്മത്തൊന്നും അനുവദിച്ചു തരൂല എന്ന് പറഞ്ഞ അത്തിരിയും നിസ്സ ചുരുങ്ങിയതുപോലും സദഖയിൽ നിങ്ങൾക്ക് അനുവദിച്ചു തരികയില്ല. കാരണം ഇന്നലക്കും വി ഹുംസുൽ ഹുംസി 5/1 5/1 നിങ്ങൾക്കുണ്ടല്ലോ മാ യക്ഫീക്കും നിങ്ങൾക്ക് മതിയാകുന്നത്, അല്ലെങ്കിൽ നബി പറഞ്ഞത് യുഗ്നീക്കും എന്നുള്ളതാ. ഏതായാലും നിങ്ങൾക്ക് ആവശ്യം തീർക്കുന്നതോ മതിയാകുന്നതോ ആയ ഒന്ന് നിങ്ങൾക്ക് അതിലുണ്ടെന്ന് റസൂൽ പറഞ്ഞു. അപ്പൊ ധർമ്മം അനുവദിക്കപ്പെടാത്ത, സക്കാത്ത് വാങ്ങാൻ അവകാശികളാവാത്ത ഇങ്ങനെയൊക്കെയുള്ള 3 ഹദീസ് കൊണ്ടും ഇവിടെ സമർത്ഥിച്ചു തന്നത് നബി കുടുംബം ആരാണ് എന്നുള്ളതാണ്. അപ്പൊ മൊത്തത്തിൽ നബിന്റെ കുടുംബത്തെ മനസ്സിലാക്കാനുള്ളത് അബ്ദുമനാബിന്റെ മക്കളിൽ നിന്ന് ഹാഷിം മുത്തലിബ് എന്ന് പറയുന്ന ആ പരമ്പരയിലുണ്ടായ സത്യവിശ്വാസിയുടെ കുടുംബങ്ങൾ കൊണ്ടാണ് നബി കുടുംബം എന്ന് പറയുക എന്നായി. റവാഹു തബറാനിയു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ഫി മുഅ്ജമുൽ കബീർ. അത് തബറാനി ഇമാമിന്റെ മുഅ്ജമുൽ കബീർ എന്ന് പറയുന്ന കിതാബുണ്ട്, ആ ഗ്രന്ഥത്തിലാണ്. അപ്പൊ ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത, മുസ്ലിം റളിയല്ലാഹു നിവേദനം ചെയ്ത, തബറാനി ഇമാം റിപ്പോർട്ട് ചെയ്ത് കാണുന്ന ഈ 3 ഹദീസും വെച്ചുകൊണ്ടാണ് നബി കുടുംബം ആരാണ് എന്നുള്ളത് ഷാരിഹ് വെളിപ്പെടുത്തുന്നത്. അപ്പൊ ആ നബി കുടുംബത്തിന്റെ മഹിമയും അവർക്ക് എന്തേ പറ്റൂ എന്താ പറ്റാത്തതൊക്കെ ഈ 3 ഹദീസിലൂടെ വെളിവാക്കി തന്നു. അങ്ങനത്തെ ആ കുടുംബത്തിന്റെ മേലിലും അള്ളാഹുവിന്റെ കരുണ ഉണ്ടാവാൻ ഞങ്ങൾ തേടുന്നു. സഹീഹായ അഭിപ്രായം ജവാദു ഇലാഫത്തിഹി ആല് എന്നതിന് ഇലാഫത്ത് ചെയ്യൽ ജായിസാണ്. ഇലല്ലമീരി ലമീറിലേക്ക്. ഇവിടെ ഹീന്നല്ല പറഞ്ഞത്, ആലി മുഹമ്മദിൻ എന്ന് ലാഹിറ ഇസ്മിലേക്ക് പറയാതെ ലമീറിലേക്ക് കൊടുത്തു. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ലേ? പറ്റും. കമസ്തഅമലഹുൽ മുസന്നിഫു മുസന്നിഫ് അവറുകൾ അങ്ങനെ ഉപയോഗിച്ചതുപോലെ ഇപ്പൊ മുസന്നിഫു അല ആലിഹി നിലയിൽ കൊടുത്തു, അതുപോലെ പറ്റുമെന്നായി. സഹബിഹി നബിയുടെ അനുചരന്മാരുടെ മേലിലും അള്ളാഹുവിന്റെ സലാത്തുണ്ടാവാൻ ഞങ്ങൾ തേടുന്നു. ഇവിടെ സഹബ് ഇത് ഈ സഹബ് എന്ന് പറയുന്നത് ഇസ്മു ജമ്മിൻ, അതൊരു ഇസ്മു ജമ്മാണ്. അതായത് വഹദാനില്ലാത്തൊരു ജമ്മ്. എന്തിനുള്ള ഇസ്മു ജമ്മാണ്? ഈ സ്വാഹിബിഹി. സ്വാഹിബ് എന്നതിനുള്ള ഇസ്മു ജമ്മാണ് സ്വാഹിബിഹി. സ്വാഹിബി എന്ന അർത്ഥത്തിനുള്ളതാണ് ബിമാന സ്വഹാബി. സ്വഹാബി എന്ന അർത്ഥത്തിന് വരുന്ന സ്വാഹിബ്. ആ സാഹിബിനുള്ള ഇസ്മു ജമ്മായിട്ട് വരും സ്വഹബ്. അപ്പൊ നബിയുടെ സ്വഹാബാക്കളുടെ മേലില് എന്ന്. സ്വഹാബി എന്ന് പറഞ്ഞാൽ ആരാ? വഹുവ സ്വഹാബിയാകുന്നത് കമാസയെത്തി അത് പിറകിൽ വരുന്നത് പോലെ ഒരു സൂചന ഇവിടുന്ന് പറയാം. മനിജ്തമഅ മുഅ്മിനൻ ബിസയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങളെ കൊണ്ട് വിശ്വസിച്ച നിലയിൽ ഒരുമിച്ച് കൂടിയവർ എന്നതാണ് സ്വഹാബിക്ക് കൊണ്ടുള്ള നിർവചനം. പിന്നെ അത്തഫ മുസന്നിഫ് ഇവിടെ അത്ബ് ചെയ്തു സ്വഹബ് എന്നതിനെ അലൽ ആലി, ആലിന്റെ മേൽ അത്ബ് ചെയ്ത് പറഞ്ഞു അല്ലെ? അല ആലി വസഹബി എന്നല്ലേ? അപ്പൊ സ്വഹബിനെ ആലിന്റെ മേൽ അത്ബ് ചെയ്തു. എങ്ങനത്തെ ആല്? അശാമിലി, അത് ഉൾപ്പെടുത്തുന്നുണ്ട് ലിബഅലിഹിം സ്വഹാബാക്കളിൽ നിന്ന് ചിലതിനെ. അപ്പൊ എല്ലാ സ്വഹാബാക്കളെ അല്ലെങ്കിലും നബി കുടുംബത്തിൽ കുടുംബമായിരിക്കെ സ്വഹാബികളായവരും ഉണ്ട്. അപ്പൊ അതാണ് സ്വഹാബത്തിൽ നിന്ന് ചില ആളുകളെ ഉൾപ്പെടുത്തുന്ന ആല്. ആ ആലിന്റെ മേലേക്ക് സ്വഹബ് എന്നതിനെ എന്ത് ചെയ്തു? അത്ബ് ചെയ്തു. അങ്ങനെ അത്ബ് ചെയ്യാനുള്ള വകുപ്പ് എന്താ? അത് ന്യായം വേണല്ലോ. അത് ഇങ്ങനെ ചോദ്യമാണ്. ആലില് സ്വഹാബ് ഉണ്ടല്ലോ, പിന്നെ ഇനി വസാബി നിർത്തിട്ട് പിന്നെ എന്തിന് പറഞ്ഞ അത്തബിന്റെ ആവശ്യം? അതിവിടെ ആവശ്യമുണ്ട്. എന്തുകൊണ്ട്? സ്വലാത്തു ബാക്കിയഹും, ബാക്കിയുള്ള ആൾക്കും കൂടിയും എന്ത് വേണം? അഥവാ കുടുംബത്തിൽപ്പെടാത്ത, നബിന്റെ കുടുംബത്തിൽപ്പെടാത്ത മറ്റു സ്വഹാബാക്കളില്ലേ, അവർക്കും കൂടി ഈ സലാത്ത് ഉൾപ്പെടണ്ടേ? അപ്പൊ ആ സ്വലാത്ത് അവർക്കും കൂടി കിട്ടാൻ വേണ്ടി കൊണ്ടാണ് എന്ത് ചെയ്തത്? സ്വഹബി എന്ന്
ആറിൽ പെടാത്ത സ്വാബുണ്ട് ഇവിടെ, അത് ഉദ്ദേശിച്ചുകൊണ്ട് സ്വാബ് എന്ന് പറഞ്ഞത്. മാ കാമത്തി തുറൂസു സുതൂറു, വരികളും അതുപോലെ തന്നെ ഏടുകളും നിലനിൽക്കും കാലത്തോളം ആണ് നമ്മൾ ഈ പറയുന്ന അബ്ദുൽ സലാത്തൊക്കെ ഉണ്ടാവണം എന്ന് പറഞ്ഞത്. അത് കാലാകാലം അവസാന കാലം വരെ ഉണ്ടാവുമല്ലോ, അതിലേക്കുള്ള അറിയിക്കലാണ് മാകാമത്തി തുറൂസു, ഏടുകൾ നിലനിൽക്കും കാലത്തോളം, വസ്സുത്തൂറു, വരികളും നിലനിൽക്കും കാലത്തോളം എന്ന് പറയുന്നത്. മാ എന്നുള്ളത് എന്താണ്? മസ്തരീയത്തും ദർഫീയത്തും. ഒരു മസ്തരിയായ മായാണ്, ദർഫിയുമാണ്. അങ്ങനെ തുറൂസ് നിലനിൽക്കും കാലത്തോളം എന്ന് അർത്ഥം വെക്കുന്നത് കൊണ്ടാ. തുറൂസ് എന്നതിന്റെ അർത്ഥം എന്താ? അസുഹഫ്, ഏടുകൾ എന്നാ. ജംഉ തിർസി എന്നതിന്റെ ജമ്മാണ് തുറൂസ്, തിർസ് മുഫറദ്. അപ്പൊ തിർസിൻ എന്നതിന്റെ ജമ്മായിട്ട് വരും തുറൂസ്, അതിന്റെ അർത്ഥം ഏടുകൾ എന്നാണ്. സുതൂറു, സുതൂർ എന്ന് പറഞ്ഞ വരികൾ. അപ്പൊ ഇവിടെ സുതൂറി എന്നതിനെ എന്ത് ചെയ്തു? തുറൂസ് എന്നതിന്റെ മേൽ അത്തബ് ചെയ്തപ്പോ ഈ അത്തബ് എന്തിൽപ്പെട്ടതാ? മിൻ ആത്തിഫിൽ ജുസ്ഇ അലൽ കുല്ലി, കുല്ലിന്റെ മേൽ ജുസ്ഇനെ അത്തബ് ചെയ്യുക എന്നതിൽപ്പെട്ടതാണ്. കുല്ല് തുറൂസാണ്, ജുസ് സുതൂറാണ്. തുറൂസ് എന്ന് പറയുമ്പോൾ ഏടുകളിൽ ഈ എഴുത്തും വരിയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഉൾപ്പെടുന്നതാണ് ഏടുകൾ. അപ്പൊ അതിൽ പെട്ടു. അതിൽ വരുന്ന ഒരു ജുസ് ആണ് സുത്തൂർ, അതിന് കുല്ലും മേൽ അത്തബ് ചെയ്തു. അപ്പൊ അതാണ് ജുസ്ഇനെ കുല്ലിന്റെ മുകളിൽ അത്തബ് ചെയ്യുക എന്നതിൽപ്പെട്ടതാണ് സുത്തൂറിനെ തുറൂസ് എന്നതിലേക്ക് അത്തബ് ചെയ്ത് കാണിച്ചു തരുന്നത്. സ്വറഹബി, അതുകൊണ്ട് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് എന്നുള്ളത്. അങ്ങനെ എന്തിനാ അത്തബ് ചെയ്തത്? ദലാലത്തി അലൽ ലഫ്ളി ദാലി അലൽ മഅന, മഅനയുടെ മേൽ അറിയിക്കുന്ന ലഫ്ളുണ്ട്, ആ ലഫ്ളിന്റെ മേൽ ഇത് അറിയിക്കുന്നുണ്ട് സുത്തൂർ. അതുകൊണ്ട് തന്നെ ഈ സുത്തൂർ എന്ന് പറഞ്ഞ വരി, ഈ വരി അറിയിച്ചതിന് വേണ്ടി അലൽ ലഫ്ളി, ഒരു ലഫ്ളിന്റെ മേൽ. എങ്ങനത്തെ ലഫ്ള്? അദ്ദാലി, അറിയിക്കുന്നത്, അൽ മഅന, മഅനയുടെ മേൽ. അപ്പൊ ഒരു അർത്ഥത്തിന്റെ മേൽ അറിയിക്കുന്ന ഒരു പദമുണ്ട്, ആ പദത്തിന്റെ മേൽ ഈ സുത്തൂർ അറിയിച്ചു. അതുകൊണ്ട് തന്നെയാണ് ജുസ്ഇനെ കുല്ലിന്റെ മുകളിലേക്ക് അത്തബ് ചെയ്തുന്ന കൂട്ടത്തിൽ പെട്ടതാണ് ഇത് എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോ ഈ വരികളും ഏടുകളൊക്കെ നിലനിൽക്കും കാലത്തോളം എന്തിന്? ഉയൂനിൽ അൽഫാലി, ലഫ്ളുകളുടെ ഐനുകൾക്ക് നിലനിൽക്കും കാലത്തോളം. ലഫ്ളിന്റെ ഐനുകൾ എന്ന് പറഞ്ഞാല് ഐനുൽ മആനി, ആ ലഫ്ളുകൾക്കുള്ള അർത്ഥങ്ങൾക്ക്. അല്ലത്തി, എങ്ങനത്തെ അർത്ഥങ്ങൾ? യദുല്ലു അല്ലെങ്കിൽ യുദല്ലു അലിഹ, ആ അർത്ഥങ്ങളുടെ മേലെ അറിയിക്കപ്പെടും. എന്തുകൊണ്ട് അറിയിക്കും? ലഫ്ള്, ലഫ്ള് കൊണ്ട് അറിയിക്കപ്പെടും. അപ്പൊ ലഫ്ള് കൊണ്ട് എന്ത് ചെയ്യും? ആ അർത്ഥങ്ങളുടെ മേലെ അറിയിക്കും. അങ്ങനത്തെ അർത്ഥങ്ങൾക്ക് എന്താവുക? ഈ വരികളും ഏടുകളും നിലനിൽക്കും കാലത്തോളം. അങ്ങനെ യുഹ്തദാബിഹ, ആ മാനകളെ കൊണ്ട് എന്താക്കപ്പെടാനും കഴിയും? ചേർക്കപ്പെടാനും കഴിയും. അപ്പൊ ആ മാന കൊണ്ട് എന്താണ് നമുക്ക് കിട്ടേണ്ടത് എങ്കിൽ അത് കിട്ടുകയും ചെയ്യും. അങ്ങനെ ആ മാനകളെ കൊണ്ട് കിട്ടപ്പെടുകയും ലഫ്ള് കൊണ്ട് അറിയിക്കപ്പെടുകയും ചെയ്ത ചില മാനകളുണ്ട്. ഏതുപോലെ കമായുഹ്തദാബിൽ ഉയൂനിൽ ബാസിറ, നല്ല കാഴ്ചയുള്ള കണ്ണുകൊണ്ട് എവിടേക്ക് ചേരപ്പെടാൻ പറ്റുമോ എന്നതുപോലെ തന്നെ നല്ല കാഴ്ചയുള്ള കണ്ണുകൊണ്ട് നോക്കിയാൽ എവിടേക്കെല്ലാം കാണാൻ കഴിയും. അങ്ങനെ ഹിദായത്ത് കിട്ടുന്നത് പോലെ തന്നെ, ചേരുന്നത് പോലെ തന്നെ ഈ മാനകളെ കൊണ്ടും നമ്മൾ തേടപ്പെടുന്നത് എന്തോ ആ തേടപ്പെടുന്ന ഈ മാനകൾക്ക് കിട്ടാൻ കഴിയും. അങ്ങനെ ഈ മാനകളെ കൊണ്ട് തേടപ്പെടുന്നത് കിട്ടപ്പെടുകയും ലഫ്ള് കൊണ്ട് ആ മാനകളെ മേൽ അറിയിക്കുകയും ചെയ്യും. അങ്ങനത്തതായ അർത്ഥങ്ങൾക്ക് ഈ വരികളും ഏടുകളൊക്കെ നിലനിൽക്കും കാലത്തോളം എന്ന്. വഹിയ, ഈ ഉയൂനുൽ അൽഫാദ് എന്ന് പറഞ്ഞിട്ട് അതേതാ? ഈ മാനകള്. ഇപ്പൊ ലഫ്ളുകൾക്കുള്ള മാന എന്ന് പറയുമ്പോൾ ഏതാണ് ആ മാന? അത് അൽ ഇൽമു അൽ മബ്ഊസു ബിഹിൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ കരീം. അതൊരു അറിവാണ്. എങ്ങനത്തെ അറിവ്? അൽ മബ്ഊസു ബിഹി, ആ അറിവ് കൊണ്ട് യാത്രയാക്കപ്പെട്ടതാണ്. ആര്? അൻ നബിയുൽ കരീം,
ബഹുമാന്യനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായ ഇൽമുമായി കൊണ്ടാണ് യാത്ര അയക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനത്തതായ ഇൽമുകൾക്കാണ് ആ മായനകൾ എന്ന് പറയുന്നത്. അങ്ങനത്തെ മായനകൾക്ക് ആ ഏടുകളും വരികളും എന്താവുക? നിലനിൽക്കും കാലത്തോളം. എവിടെ നിൽക്കുക? മഖാമ ബയാദിഹ, ആ വരികൾക്കുള്ള വെളുപ്പിന്റെ സ്ഥാനത്തും സവാദിഹ, ആ ഏടുകൾക്കുള്ള വരികൾ. അപ്പൊ ഏടുകൾക്കുള്ളതായ വെളുത്തതും കറുത്തതുമായ വരികളുണ്ട്. ആ വെറുപ്പിന്റെയും ആ കറുപ്പിന്റെയും അതുപോലെ വെളുപ്പിന്റെയും സ്ഥാനത്ത് നിൽക്കും കാലത്തോളം. അപ്പൊ ഇങ്ങനെ വെച്ച് വരുമ്പോൾ ഈ അർത്ഥത്തിനെ നമ്മൾ ഇങ്ങനെ അർത്ഥമാക്കി വരുമ്പോൾ അതിന്റെ ആശയമായിട്ട് നമുക്ക് എങ്ങനെ അർത്ഥം വെക്കാം? അൽ മായന ഇപ്പൊ പറഞ്ഞൊരർത്ഥം ഒന്നായിട്ട് വെക്കുമ്പോ എങ്ങനെ? അതായത് നുസല്ലി എന്ന് പറഞ്ഞു പോന്നിട്ട് പിന്നെ ഇവിടെ മഖാമത്തി തുറൂസു വസ്തുറു ലിഉയൂരിൽ അൽഫാദി മഖാമ ബയാദിഹ വസവാദിഹ. അപ്പൊ അതിന്റെ അർത്ഥം പറയാൻ നുസല്ലി, നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നു, മുദ്ദത്ത ഖിയാമി കുതുബിൽ ഇൽമി അൽ മദ്കൂർ, പറയപ്പെട്ട ഈ ഇൽമ് അഥവാ ഹബീബ നബി തങ്ങളെ ആ ഇൽമുമായാണ് യാത്ര ആക്കപ്പെട്ടത്. അങ്ങനത്തെ ആ പറയപ്പെട്ടതായിരിക്കുന്ന ഇൽമുകൾ ഉള്ള കിതാബുകൾ നിൽക്കും കാലത്തോളം. എവിടെ? ഖിയാമ ബയാദിഹ, ആ കിതാബുകൾക്കുള്ളതായിരിക്കുന്ന വെളുപ്പ് സവാദിഹ, കറുപ്പ്, ഇവരുടെ സ്ഥാനത്ത് അത് നിൽക്കും. അപ്പൊ ആ വെളുപ്പുകളും അതുപോലെ കറുപ്പുകളും അങ്ങനെ നിൽക്കുന്നതായ ഒരു കാലം. അല്ലാസിമേനി, എങ്ങനത്തതായ ബയാദ് സവാദ് ലഹ, അത് ആ കിതാബുകൾക്കുള്ളതാണ്. അപ്പൊ ആ കിതാബുകൾക്ക് ലാസിമായ കറുപ്പ് വെളുപ്പ് ഇവകൾ നിൽക്കുന്ന ഒരു നിലനിൽപ്പ് ആ കിതാബ് നിൽക്കും കാലത്തോളം. ഖിയാമുഹ, എത്തരത്തിൽ ഈ ഏടുകളുടെ ഈ കിതാബുകളുടെ നിലനിൽപ്പ് ഖിയാമി അഹ്ലിൽ ഇൽമി, ആ അറിവ് ഉള്ള പണ്ഡിതന്മാരുടെ നിലനിൽപ്പ് കൊണ്ടാണ് ഇവകൾക്കുള്ള നിലനിൽപ്പ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ലി അഹ്ദിഹിം, ഈ അഹ്ലുൽ ഇൽമ് പിടിച്ചതിന് വേണ്ടി ഇയ്യാഹു, ആ ഇൽമിനെ മിൻഹ, കിതാബുകളിൽ നിന്ന്. ആ കിതാബുകളിൽ നിന്നാണല്ലോ ഇൽമിനെ ആ പണ്ഡിതന്മാരെടുക്കുക. ആ കാരണം വെച്ചുകൊണ്ടാണ് ഇൽമിന്റെ അഹ്ലുകാർ നിൽക്കൽ കൊണ്ടാണ് കിതാബുകൾക്കുള്ള നിൽപ്പ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഈ കിതാബിന്റെ നിലനിൽപ്പ് കാലത്തോളം കമ ഉഹിദ, അങ്ങനെ ആണ് അറിയപ്പെട്ടത്. ഇത് അഹ്ദ് അങ്ങനെയാണല്ലോ അറിയപ്പെട്ടത്. അതുപോലെ പിന്നെ ഖിയാമുഹും, പണ്ഡിതന്മാരുടെ ഖിയാമ് ഏതുവരെയാണ്? ഇരസാത്തി, അന്ത്യനാള് വരെയുണ്ട്. അപ്പൊ അതാണ്. അപ്പൊ ഈ കിതാബുകള് അതിന്റെ വെളുപ്പുകളും അതുപോലെ കറുപ്പുകളും നിലനിൽക്കും കാലത്തോളമായി. ആ കറുപ്പ് വെളുപ്പ് നിലക്കലൊക്കെ കിതാബുകൾക്ക് ലാസിമാണെങ്കിൽ ആ കിതാബ് ഏതുവരെ നിലക്കുക? ആ കിതാബിന്റെ നിലനിൽപ്പ് പണ്ഡിതന്മാരുടെ നിലനിൽപ്പ് കൊണ്ടാണ്. പണ്ഡിതന്മാരുടെ നിലനിൽപ്പ് ഏതുവരെയുണ്ട്? അന്ത്യനാള് വരെയുണ്ട്. അപ്പൊ അത്രയും കാലം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീ സ്വലാത്ത് ചെല്ലണം, നീ സ്വലാത്ത് ചെയ്യണം എന്ന് ഞങ്ങൾ തേടുന്നു എന്നർത്ഥം. അന്ത്യനാള് വരെ പണ്ഡിതന്മാരുടെ ഇവിടെ ഉണ്ട് എന്നല്ലേ പറയുന്നത്. ഹദീസ് സ്വഹീഹൈനി, അനി തെളിവ് സ്വഹീഹായ ഹദീസ് ഉണ്ടായതിന് വേണ്ടി ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസുകളുണ്ട്. ബി തുറക്കിൻ, പല തരീഖുകളിലായി പല വഴികളിലൂടെയായിട്ട് ഈ ഹദീസ് വന്നിട്ടുണ്ട്. ഏതാണ് ഹദീസ്? ലാ തസാലു തായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ഹത്താ യഅതിയ അംറുല്ലാഹ് എന്ന് ഹദീസ് കാണാം. എന്റെ സമുദായത്തിന്ന് തുച്ഛം വരുന്ന ആളുകൾ ആയിക്കൊണ്ടേയിരിക്കും, ലാഹിരീന, വിജയിച്ചവരായിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ വെളിപ്പെട്ടവരായിക്കൊണ്ടേയിരിക്കും, അൽ ഹഖ്, ഹഖിന്റെ പേരിൽ. ഹത്തായി എത്തിയ അമ്രുള്ള, അള്ളാന്റെ കൽപ്പന വരുന്നത് വരെ ഇതുണ്ടാകുമെന്ന് സ്വഹിയായ ഹദീസാണ്. ഈ ഹദീസ് ബുഖാരി മുസ്ലിമിൽ ഉണ്ട് താനും. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എന്ത് മനസ്സിലാക്കാം? പണ്ഡിതന്മാരുടെ അവസാന കാലം വരെ ഉണ്ടെന്ന് മനസ്സിലായില്ലേ? അപ്പൊ അമ്രുള്ള എന്നതിന്റെ അർത്ഥം സാഹത്താണെന്ന് എങ്ങനെ കിട്ടിയ സാഹത്തി എന്നാണ് വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. വ്യാഖ്യാനം ഈ ഹദീസിൽ അമ്രുള്ളക്ക് വ്യാഖ്യാനത്തിന് സാഹത്തി എന്നതാണെങ്കിൽ എങ്ങനെ കിട്ടും? മറ്റൊരു ഹദീസിൽ വ്യക്തമായി തന്നെ കാണാൻ കമാ സ്വറ ബിഹ വിബാദ് തുർക്കി, ചില റിപ്പോർട്ടുകളിൽ അങ്ങനെ സാഹത്ത് എന്നതുകൊണ്ട് തന്നെ വ്യക്തമായി വന്നിട്ടുണ്ട്. അപ്പോ ആ ഹദീസുകളിലൊക്കെ സാഹത്ത് എന്ന് കാണുമ്പോ
ഇവിടുത്തെ അമ്രുള്ള എന്നതിന്റെ അമ്രിന്റെ അർത്ഥം സായത്താണെന്ന് കിട്ടും. അങ്ങനെയാണ് വ്യാഖ്യാനിച്ചു കൊടുത്തു വന്നത്. ഖാറൽ ബുഖാരിയോ, എന്നിട്ട് ബുഖാരി ഇമാം തങ്ങൾ പറയുന്നു, വഹും ആ വിഭാഗക്കാര് അഹ്ലുൽ ഇൽമി, അത് ഇൽമിന്റെ അഖിലുകാരാണ്, അവരാണ് ആ പറഞ്ഞത്. ഐ ലിബിദിദാഇൽ ഹദീസി, ഇൽമിന്റെ അഖിലുകാരാണ് എന്നത് എങ്ങനെ? അത് ഹദീസിന്റെ തുടക്കത്തിന് വേണ്ടി ഫി ബഅദ് തുർഖി, ചില ത്വരീഖുകളിൽ ഈ ഹദീസിന്റെ തുടക്കം ഇങ്ങനെയാണ്. എന്ത്? ബിഖൗലിഹി, റസൂലുള്ളാഹിന്റെ വാക്കുകൊണ്ട് ചില ത്വരീഖുകളിലൂടെ ചില റിപ്പോർട്ടിൽ കൂടെ ഈ ഹദീസിന്റെ തുടക്കമുണ്ടായത് മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ എന്ന് കാണാം. അല്ലാഹു തആല ഒരാളെ കൊണ്ട് നന്മ ഉദ്ദേശിക്കുകയാണെങ്കിൽ ദീനിൽ അയാളെ നല്ല അറിവുള്ള കർമ്മശാസ്ത്ര പണ്ഡിതനാക്കി അള്ളാഹു ആക്കും. അപ്പൊ ഖൈർ ഉദ്ദേശിക്കുക എന്ന് പറയുമ്പോൾ അള്ളാഹു തആല കൊടുക്കുക അറിവ് നൽകാനാണ്. അപ്പൊ ഈ ഹദീസിന്റെ തുടക്കം എങ്ങനെയാകുമ്പോൾ ഈ ഹദീസ് കൊണ്ട് മനസ്സിലാകുന്നത് ആ ത്വായിഫത്ത് ആരാണ്? അഹ്ലുൽ ഇൽമാണെന്ന് കിട്ടും. ഈ അഹ്ലുൽ ഇൽമിന്റെ അവസാനം എന്താണ്? അവസാന കാലം വരെ ഉണ്ട് എന്നാണ്. അപ്പൊ ഈ പണ്ഡിതന്മാരെ നിലനിൽക്കൽ എന്തുകൊണ്ടാണ്? ആ കിതാബുകളിൽ നിന്നാണ് അവർ ഇൽമിനെ പിടിക്കുന്നത്. ആ പണ്ഡിതന്മാരുടെ നിലനിൽപ്പ് കൊണ്ട് ഈ കിതാബിന് നിലനിൽപ്പുണ്ട്. പണ്ഡിതന്മാർ എന്നിവിടെ ഇല്ലാതെയാകുന്നുവോ അന്ന് കിതാബും ഇല്ലാതെയായി എന്ന് പറഞ്ഞാൽ അത് വിശദീകരിച്ച് തരാനോ പഠിക്കാനോ ആളില്ലാതല്ലേ അർത്ഥം. ആ കാലം വരെ എന്നതിന് സലാത്ത് ചെല്ലുന്നു പറഞ്ഞർത്ഥം. സ്വലാത്ത, ഇവിടെ മുസന്നിഫ് അവറുകൾ സലാത്തിനെ ശാശ്വതമാക്കി. എന്തുകൊണ്ട്? ബി ഖിയാമി കുതുബിൽ ഇൽമിൽ മദ്കൂർ, പറയപ്പെട്ട ഈ വിജ്ഞാനത്തിന്റെ ഗ്രന്ഥങ്ങൾ നിൽക്കുക എന്നതുകൊണ്ടാണ്. ആ കാലാകാലം എന്ന് പറയണമെങ്കിൽ ആ കിതാബുകൾ നിലനിൽക്കും കാലത്തോളം സ്വലാത്തുണ്ട്. അപ്പൊ ആ സ്വലാത്തിനെ തഅബീദാക്കിയില്ലേ, ശാശ്വതമാക്കിയില്ലേ. ആന്തെ അന്ന കിതാബഹു ഹാദ, നിശ്ചയമായിട്ടും ബഹുമാനപ്പെട്ട മുസന്നിഫ് അവരുടെ ഈ കിതാബ്, എങ്ങനത്തെ കിതാബ്? അൽ മബ്ദു അ, തുടങ്ങപ്പെട്ടത്, ബിമ, ഒന്നുകൊണ്ട്. എങ്ങനത്തെ ഒന്നെന്ന് വെച്ചാൽ ഹിയ സലാത്ത് മിൻഹു, ആ ഒന്നിൽപ്പെട്ടതാണ്. അപ്പോ ഒന്നുകൊണ്ട് തുടങ്ങപ്പെട്ട ഈ കിതാബ്, ഒന്നുകൊണ്ട് തുടങ്ങപ്പെട്ട കിതാബ് പറഞ്ഞാല് ആ ഒന്നിൽപ്പെട്ടതാണ് ഈ സലാത്ത്. അങ്ങനെ ഈ സലാത്ത് കൊണ്ട് തുടങ്ങപ്പെട്ട ഈ കിതാബ് മിൻ കുതുബി മ, ഒന്നിന്റെ ഗ്രന്ഥങ്ങളിൽ പെട്ടതാണ്. എങ്ങനത്തെ ഒന്ന്? യുഫ്ഹമു ബിഹി, ആ ഒന്നുകൊണ്ട് ദാലിക്കൽ ഇൽമു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ആ ഇൽമുമായി യാത്ര അയക്കപ്പെട്ടു. അങ്ങനത്തെ ഇൽമുള്ള ഇൽമ്, ആ ഇൽമിനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നിന്റെ ഗ്രന്ഥങ്ങളിൽ പെട്ടതാണ് ഈ പറയുന്ന ഈ കിതാബ്. അതുകൊണ്ട് തന്നെയാണ് ഈ കിതാബുകൾ നിലനിൽക്കും കാലത്തോളം എന്ന് മുസന്നിഫ് അവിടെ പറഞ്ഞുകൊണ്ട് സലാത്തിനെ ശാശ്വതമാക്കി വെച്ചത്. വനളുറ, ഇനി പറയാനുള്ളത് നമ്മൾ എന്താവുന്നു? വിനയം ചെയ്യുന്നു. ബിസുക്കൂനി ളാദി നൾ ബിളബത്തിൽ മുസന്നിഫ്, അങ്ങനെയാണ് മുസന്നിഫ് ലബത്തിട്ടിട്ടുള്ളത്. നമ്മൾ വിനയം, താഴ്മ രേഖപ്പെടുത്തുന്നു. നളുറു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഐ നഖ്ലഉ വനദില്ലു, നമ്മൾ നിനക്ക് ഇലൈക, അല്ലാഹുവേ നിന്നിലേക്ക് ഞങ്ങൾ താഴ്മ രേഖപ്പെടുത്തുകയും ഞങ്ങൾ നിന്നിലേക്ക് നിന്ദനാവുകയും ചെയ്യുന്നു. ഞങ്ങൾ വളരെ നിസ്സാരക്കാരാണ്, ഞങ്ങൾ വളരെ താഴ്മയുള്ള ആളുകളാണ്. ആ ഒരു രീതിയിൽ അള്ളാഹുവിലേക്ക് നമ്മൾ താഴ്മ രേഖപ്പെടുത്തുന്നു. എന്ത് വിഷയത്തിൽ? ഫി മൻഇൽ മവാനിഇ, എന്തെല്ലാം വിധ തടസ്സങ്ങളുണ്ടോ അത്തരം ഏതെല്ലാം തടസ്സങ്ങളുണ്ടെങ്കിൽ അവകൾ തടയുന്നതിൽ. എന്തിനെ തൊട്ട്? അൻ ഇക്മാലി ജംഇൽ ജവാമിഇ, ജമ്മുൽ ജവാമിഇ അഥവാ ഒരുമിച്ച് കൂട്ടുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അത്തരം കാര്യങ്ങളെ ഒരുമിച്ച് കൂട്ടുക എന്നതിനെ പൂർത്തിയാക്കലിനെ തൊട്ട് ഏതെല്ലാം വിധ തടസ്സങ്ങളുണ്ടോ ആ തടസ്സം മുഴുവൻ നീ തടസ്സം ചെയ്യണം എന്നതിൽ നിന്നിലേക്ക് ഞങ്ങൾ താഴ്മ രേഖപ്പെടുത്തുന്നു. നിന്നിലേക്ക് ഞങ്ങൾ എന്താകുന്നു? വിനയാന്വിതരാകുന്നു. ഇവിടെ ഈ മൻഇൽ മവാനിയെ നിന്നിടത്തും സങ്കല്പിക്കേണ്ടത് എന്താ അറിയോ? ഐ നസ്അലുക. അപ്പോ ഫീ മൻഇൽ മവാനിഇ വനളുറഉ ഇലൈക, ഫീ മൻഇൽ മവാനിഇ എന്നതിന് അർത്ഥം വെക്കൽ ഐ നസ്അലുക,
നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു വായത്ത സുആലി അങ്ങേ അറ്റത്തെ ചോദ്യം മിനൽ ഖുളൂഇ വദില്ലത്തി വിനയം താഴ്മ എന്നതിൽ നിന്ന് അങ്ങേ അറ്റത്തെ ചോദ്യം നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു. എന്ത്? അൻ തംന അൽ മവാനിഅ എല്ലാ തടസ്സങ്ങളെയും നീ തടയണം എന്നതാണ് നിന്നോട് ചോദിക്കുന്നത്. അയല്ലഷ്യ ചില വസ്തുക്കളെ അല്ലത്തി എങ്ങനത്തെ വസ്തുക്കള് തംന അവകൾ തടയും. അപ്പോ അൽമവാനി എന്നില്ല അലിഫിലാമില് അൽ അഷിയാവിന്റെ മേൽ അറിയിക്കുന്നതാണെന്ന് മനസ്സിലാക്കണം. അപ്പോ അല്ലതി മൗസൂലാന്റെ അലിഫിലാമാണത് എന്ന് മനസ്സിലാക്കാറല്ലേ. അഷിയാട്ട് നോക്കുമ്പോ എങ്ങനത്തെ വസ്തുക്കള് അല്ലതി അവകൾ തംനഉ തടയുന്നു, അത് തഴക്കും മുടക്കാക്കും എന്നൊക്കെ അർത്ഥമുണ്ട്. എന്തിനെ തൊട്ട് മുടക്കാക്കും തടയും? അനിക്കുമാരി ആദൽ കിതാബി ജംഇൽ ജവാമി ജംഇൽ ജവാമി എന്ന് പറയുന്ന ഈ കിതാബിനെ പൂർത്തിയാക്കലിനെ തൊട്ട് എന്തൊക്കെ തടസ്സങ്ങൾ വരുമോ, എന്തൊക്കെ മുടക്കുകൾ വരുമോ, ആ മുടക്കുകൾ മുഴുവൻ ഇനി തടയണം. അങ്ങനെ തടയുക എന്നതിൽ നിന്നോട് ഞങ്ങൾ അങ്ങേയറ്റത്തെ വിനയത്തോടുകൂടിയും താഴ്മയോടുകൂടിയും ചോദിക്കുകയാണ് അല്ലാ എന്നായി. ഈ ജംഉൽ ജവാമി എന്ന് പറയുന്ന കിതാബിനെ പൂർത്തീകരിക്കൽ തഹരീറാൽ വേണ്ടതെല്ലാം ചേർത്ത് ഒഴിവാക്കേണ്ടതെല്ലാം ഒഴിവാക്കി റെഡിയാക്കുക എന്നാണ് തഹരീർ. ആ തഹരീറിനാൽ ആണ് പൂർത്തീകരിക്കുക. അതെങ്ങനെ? ഖരീനത്തി സിയാഖി, അതാ കലാമിനെ കൊണ്ടുവരുമല്ലോ, ആ കൊണ്ടുവരിക എന്ന ഖരീനത്ത് കൊണ്ട്. അല്ലതീ എങ്ങനത്തെ സിയാഖ്? ഇക്മാലുഹു, ഈ സിയാഖ് എന്ന് പറയുമ്പോ ഈ കിതാബിനെ പൂർത്തീകരിക്കലാണ്. അങ്ങനത്തതായ ഒരു സിയാഖിന്റെ ഖരീനത്ത് പ്രകാരം ആകെ തഹരീറാൽ ഇതിനെ ഒരുമിച്ച് കൂട്ടുന്നുണ്ട്. അങ്ങനെ ഒരുമിച്ച് കൂട്ടും എന്നർത്ഥമുള്ള ജംഉൽ ജവാമി. ഒരുമിച്ച് എന്തെല്ലാം കൂട്ടുന്നുണ്ട് ആ കൂട്ടുന്നതിന് മുഴുവൻ കൂട്ടണം, ഒരുമിച്ച് കൂട്ടണം. അങ്ങനത്തെ പൂർത്തീകരിക്കലിനെ തൊട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്ന ഈ കിതാബ് ഇങ്ങനെ പൂർത്തീകരിച്ചോ കൊണ്ടുവരുന്നത്? ലികസറത്തിൽ ഇന്തിഫാഇ ബിഹി, ഈ കിതാബ് കൊണ്ടുള്ള ഉപകാരം അധികരിച്ചതിന് വേണ്ടി. ഇതുകൊണ്ടുള്ള ഉപകാരം ഒരുപാടുണ്ട്, അതുകൊണ്ട് തന്നെയാണ്. അപ്പോ എന്തിനാപ്പത് പൂർത്തീകരിക്കൂന്നല്ലേ? അപ്പൊ അവിടെ വാസ്തവത്തിൽ കെതിറത്തിൽ ഇന്തിഫായി എന്ന് പറഞ്ഞ മാലൂര് പിന്തീറ്റ വരുന്നത്. ആ മഅലൂന് ഇല്ലത്തായിട്ടാണ് ഇവിടെ കെതിറത്തിൽ ഇന്തിഫായിന്ന് വെച്ചത്. അപ്പോ കെതിറത്തിൽ ഇന്തിഫാഇ ബിഹി, ഈ ഇക്മാൽ ഈ കിതാബ് കൊണ്ടുള്ള ഉപകാരം അധികരിച്ചതിന് വേണ്ടി ഫീമാ ഒന്നിൽ, എങ്ങനത്തെ ഒന്ന്? അമലുഹു, മുസന്നിഫ് ആ ഒന്നിൽ കൊതിച്ചിട്ടുണ്ട്. അപ്പോ മുസന്നിഫ് കൊതിച്ചതായിരിക്കുന്ന ആ ഒന്നിൽ എന്തുണ്ട്? ഖുയൂറുൻ കസീറത്തുൻ, ഒരുപാട് ഗുണങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ മൂപ്പര് കൊതിച്ചതിലുണ്ട്. അങ്ങനത്തെ ഗുണങ്ങൾ എന്തിന്? എങ്ങനെ അതിലധികം ഗുണങ്ങൾ വന്നത്? അതേ കിതാബ് പൂർത്തീകരിക്കൽ കൊണ്ട് ഉപകാരം അധികരിച്ചതിന് വേണ്ടിയിട്ടാണ് അതിൽ ഇത്രയും ഗുണങ്ങൾ ഉണ്ട് എന്ന് പറയണത്. വഅലാ കുല്ലിൻ, അപ്പൊ എല്ലാത്തിന്റെ മേലിലും ഖൈറും മാനിഉൻ ഉണ്ട്, നന്മയുമുണ്ട് തടയുന്നതുമുണ്ട്. അപ്പൊ തടയുന്നതായി നന്മയുണ്ട്, ഖൈറുണ്ട് മാനിയുണ്ട്. ആ മാനിയായ ഖൈറുണ്ട് എന്നർത്ഥം. വഅശാറ, മുസന്നിഫ് സൂചിപ്പിച്ചു, ബിതസ്മിയതിഹി, മൂപ്പര് അതിന് പേര് വെക്കൽ കൊണ്ട്, ഈ കിതാബിന് പേര് വെക്കൽ കൊണ്ട്. ആ മൂപ്പരെ പേര് വെക്കൽ കൊണ്ട് എന്തിന്? ബിദാലിക, ജംഉൽ ജവാമി എന്നതുകൊണ്ട് തന്നെ മുസന്നിഫ് പേര് വെച്ചു. അങ്ങനെ പേര് വെക്കൽ കൊണ്ട് മുസന്നിഫ് സൂചിപ്പിച്ചു എവിടേക്ക്? ഇലാ ജംഇഹി, അത് ഒരുമിച്ച് കൂട്ടുക എന്നതിലേക്ക്. എന്തിനെ? കുല്ല മുസന്നഫിൻ ജാമിഇൻ, ഒരുമിച്ച് കൂട്ടാൻ പറ്റുന്ന ഏതെല്ലാം ഉണ്ടാക്കപ്പെട്ട കിതാബുണ്ട് അത് മുഴുവത്തിനെയും ഇത് ജംഅ് ചെയ്യും.
അങ്ങനെ ജംഉ ചെയ്യുക എന്നതിലേക്ക് ഒരു സൂചനയുണ്ട്. ജംഉൽ ജവാമി എന്നതുകൊണ്ട് മുസന്നിഫ് പേര് വെച്ചതുകൊണ്ട്. ഫീമ ഒന്നില് എങ്ങനത്തെ ഒന്ന് ഹുവ ആ മുസന്നഫ് ഉണ്ടാക്കപ്പെട്ടത് ഫീ അതിലാണ്. അപ്പൊ ഈ ഉണ്ടാക്കപ്പെട്ടത് ഏതൊന്നിലാണോ അങ്ങനത്തെ ഒന്നിൽ ഒരുമിച്ച് കൂട്ടാൻ പറ്റുന്ന എന്തൊക്കെയുണ്ടോ അങ്ങനെ ഒരുമിച്ച് കൂട്ടാൻ പറ്റുന്ന എല്ലാ മുസന്നഫുകളെയും ഇതില് ഒരുമിച്ച് കൂട്ടും എന്നതിലേക്കൊരു സൂചനയുണ്ട്. ഫളിലൻ ഒന്നും കൂടി കേറിയിട്ട് പറയുന്നു അങ്കുല്ലി മുഖ്തസരിൻ ചുരുക്കപ്പെടാൻ പറ്റുന്ന എന്തെല്ലാം ഉണ്ടോ അതിനെ തൊട്ടും. അപ്പൊ അതും ചുരുക്കിയ രീതിയിലായിട്ട് കൊണ്ടുവരും. എല്ലാം അതിൽ ഉൾപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ എന്ത് ചെയ്യും, അതില് കുറെ ജാസ്തിയാക്കി പറയുകയൊന്നുമില്ല. അത് ചുരുക്കമുണ്ടാവുന്നത് എല്ലാവരും വരികയും ചെയ്യും. അപ്പൊ എല്ലാ ചുരുക്കത്തെയും തൊട്ട് ഒരുമിച്ച് കൂട്ടാൻ പറ്റുന്ന ഏതെല്ലാം ഉണ്ടോ അതൊക്കെ ഒരുമിച്ച് കൂട്ടി കൊണ്ടുവരുന്നൊരു കിതാബാണ് ജംഉൽ ജവാമി എന്ന് മുസന്നിഫ് പേര് വെക്കൽ കൊണ്ട് തന്നെ സൂചന നൽകുന്നു. ഇനി മുസന്നിഫ് ഉദ്ദേശിക്കുന്നത് മഖാസിദു ദാലിക ആ പറഞ്ഞ മുസന്നഫിന്റെ ഉദ്ദേശം മിനൽ മസാഇലി മസ്അലകൾ വൽ ഖിലാഫി ഫീഹ ആ മസ്അലകളിലുള്ള ഖിലാഫുകൾ ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ഉദ്ദേശം. അതൊക്കെ അതിൽ കൊണ്ടുവരും. ദൂനദ്ദലാഇലി ലക്ഷ്യങ്ങൾ കൂടാതെയായ നിലയിൽ അസ്മായി അസ്ഹാബിൽ അഖ്വാലി വാക്കുകൾ പറയുന്ന ആരൊക്കെയുണ്ടോ അഭിപ്രായം പറയുന്ന അവരുടെ പേരുകളൊക്കെ എന്താണെന്നറിയാമോ പേരുകളാലും അങ്ങനെയല്ല ലക്ഷ്യങ്ങൾ കൂടാതെയും ആരൊക്കെയാണോ പേര് പറയണമെങ്കിൽ ആ കൗല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം വാക്കുകൾ പറയുന്ന ആൾക്കാരുടെ പേരുകൾ കൂടാതെയും ഇല്ലാ യസീറം മിൻഹുമ ഇവ രണ്ടിൽ നിന്നാണ് ദലായിലുകളിൽ നിന്നും അസ്മാഉ അസ്ഹാബിൽ അഖ്വാലിൽ നിന്നും കുറച്ചൊക്കെ പറയും, കൂടുതൽ പറയൂല. അപ്പൊ കുറച്ചൊഴിച്ച് ബാക്കിയുള്ളതൊക്കെ എന്താണെന്നറിയാമോ കൂടാതെ നിലയിൽ ഖിലാഫുകളും മസ്അലകളും പറയുക എന്നതാണ് മുസന്നഫ് കൊണ്ടുള്ള ആ മഖ്സദ്. പിന്നെ ഫദിക്റുഹു അങ്ങനെ കുറച്ച് പറയുമെന്ന് പറയുന്ന ആ പറച്ചില് മുസന്നിഫിന്റെ പറച്ചില് ഇന്ന ആളാണ് ഈ ഖീല പറഞ്ഞത്, ഇന്ന ആളെ അഭിപ്രായമാണത്, ഇന്ന തെളിവാണ് ഇത് എന്ന് ചിലപ്പോ പറയുന്ന പറഞ്ഞല്ലോ കുറച്ചൊക്കെ. അങ്ങനെ പറയുന്നത് ലിനുക്കത്തിൻ അത് ചില ഫായിദകൾക്ക് വേണ്ടിയിട്ടാണ്. ദക്കറഹ ആ ഫായിദകളെ വി ആഖിറിൽ കിതാബി മുസന്നിഫിന്റെ ഈ കിതാബിന്റെ ലാസ്റ്റിൽ ആ ഫായിദകൾ മുസന്നിഫ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ചില ഫായിദകൾക്ക് വേണ്ടിയിട്ട് എന്ത് പറയും ഈ പറയുന്ന അസ്മാഉൽ അസ്ഹാബിനെയോ ദലായിലുകളെയോ കുറച്ചൊക്കെ പറയും. അങ്ങനെയാണ്. അപ്പൊ ചുരുക്കത്തിൽ എല്ലാം എന്താണ് എല്ലാ മുസന്നഫും ഇതിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞാല് എല്ലാ മസ്അലകൾ അതിലുണ്ട്, അതോടൊപ്പം തന്നെ അതിലുള്ള ഖിലാഫുകളും അതിലുണ്ട്. പക്ഷെ കൂടുതൽ തെളിവുകളോ അല്ലെങ്കിൽ ഖൗല് പറയുന്ന ആൾക്കാരെ പേരുകളോ കാണുകയില്ല, അത് കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെയാണ് ഇന്ന് നമ്മുടെ ക്ലാസിന്റെ വിവരണം. ഇതിൽ എന്തൊക്കെ കുറവുണ്ടോ, എന്തൊക്കെ പോരായ്മകളുണ്ടോ, എന്തൊക്കെ തെറ്റുകളുണ്ടോ ഒക്കെ തിരുത്തുക ഇൻഷാ അല്ലാഹ്. ഇന്നലെ വിട്ട ക്ലാസിന്റെ പല അഭിപ്രായങ്ങളും കേട്ടിട്ടുണ്ട്. ഒരാളുടെ അഭിപ്രായം വേണ്ടതുപോലെ ഒരുങ്ങണമെന്നാണ്, അത് ശരിയെ തന്നെയാണ്. പിന്നെ വായിച്ചോടത്ത് ചിലയിടത്ത് എന്താ ഇറാബിനെന്തൊക്കെ മാറ്റം വന്നിട്ടുണ്ട്, അതൊക്കെ ചൂണ്ടിക്കാണിച്ചു തന്നു. അൽഹംദുലില്ലാഹ്. എന്നിരുന്നാലും അള്ളാഹുവിന്റെ മഹലായ പദലുകൊണ്ട് ഉസ്താദുമാരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മൾ എടുത്ത ആ ആശയത്തിന് മാറ്റം വന്നിട്ടില്ല. അതിൽ സംതൃപ്തനാണ് ഞാൻ. ഒന്നും കൂടി മെച്ചമാകുവാനും നന്നാക്കുവാനും നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ പഠിതാവാണെന്ന് വീണ്ടും വീണ്ടും പറയുകയാണെന്ന്. പിന്നെ ഇന്ന് ഞാൻ ക്ലാസ് പിന്നെ വഴുകി തന്നെ വിട്ടുകിണത്. കാരണം വേണ്ടത്ര നോക്കാൻ എനിക്ക് ടൈമൊന്നും കിട്ടിയില്ലെങ്കിൽ യാത്രയിലായിരുന്നു. സുബഹി നമസ്കാരം കഴിഞ്ഞോടം മുതൽ മഗ്‌രിബ് വരെ യാത്രയിൽ തന്നെയായിരുന്നു. പിന്നെ ദിവസം ക്ലാസ് വിടണം ഉണ്ടായിരിക്കുമെന്നും പറയുകയും അപ്പൊ ഇന്നും അത് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരും ഉണ്ടാകും. അതോടൊപ്പം തന്നെ ക്ലാസ് കേട്ടിട്ട് അലസതയോ വിരസതയോ ഉണ്ടെങ്കിൽ അതും അറിയിക്കണം. വളരെ ബയാന് ചുരുക്കിക്കൊണ്ട് അത്യാവശ്യമായത് മാത്രമേ പറഞ്ഞുകൊണ്ട് ക്ലാസ് എടുക്കുന്നുള്ളൂ, കൂടുതൽ പരത്തി പറയുന്നുമില്ല. ഇനി ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കുവാൻ വേണ്ടി ഞാൻ കാതോർത്ത് നിൽക്കുകയാണ്. കേട്ടതിന് ശേഷം നിരൂപണങ്ങളും അതിനുള്ളതായിരിക്കുന്ന പോരായ്മകളൊക്കെ ചൂണ്ടിക്കാണിക്കണമെന്ന് ഉണർത്തി അള്ളാഹു നമുക്കിതെല്ലാം ഒരു നാഫിയ ഇൽമായി ഉപകരിപ്പിക്കട്ടെ.
എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വോയിസ് നിങ്ങളിലേക്ക് വിടുകയാണ്.